ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എഫോട്ടെക്കിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും നമ്മുടെ പാടത്ത് നിന്നും അതുപോലെ തന്നെ ആറ്റിൽ നിന്നൊക്കെ മണ്ണ് കൊണ്ട് കറണ്ട് ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ ഗൈസ്, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. നമ്മളും കൂടെ ഇന്ന് ട്രൈ ചെയ്യാൻ പോകണം. നമുക്ക് സക്സസ് ആവില്ലോ നമുക്കൊന്നും അറിയില്ല, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടെ ഇടാൻ വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭ്യമായിരിക്കും. അപ്പോൾ മച്ചം വരെ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലേക്ക് കിട്ടാമല്ലോ. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് പോയി ആറ്റിൽ പോയി കുറച്ച് മണ്ണെടുത്തോണം. അതായത് വെള്ളത്തിൽ കിടക്കുന്ന മണ്ണ് തന്നെ നമുക്ക് വേണം, എങ്കിലേ സംഭവം വർക്കൗട്ട് ആകത്തുള്ളൂ. ഇത് നമ്മുടെ പറമ്പ് തന്നെയാണ് കേട്ടോ, ഇവിടെ മൊത്തം കൃഷിയാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി ഒരു നടന്നു കഴിഞ്ഞാൽ ഒരു ആറ് കാണും. അവിടെ നിന്നാണ് നമ്മൾ മണ്ണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. പോകുന്നതിന് ഒരു കാര്യം ഓർമ്മിക്കാം, ഞാനിപ്പോൾ ആറ്റിൽ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത ശേഷം ഒരു കുട്ടികൾ പോലും അച്ഛൻ്റെ അമ്മയുടെ പ്രസൻസ് ഇല്ലാതെ ഒരു കുട്ടികളും ആറ്റിൽ പോകാൻ ശ്രമിക്കരുത്. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ മണ്ണ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആറ്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ഛനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ മണ്ണ് കളക്ട് ചെയ്യാനുള്ള പരിപാടിയിൽ കിടക്കാം. നമ്മൾ ഒരു സൂമ്പയൊക്കെ ആയിട്ട് നമ്മളിത് മണ്ണ് ഏകദേശമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മണ്ണൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവൻ നമ്മൾ കൊണ്ടുവന്ന സമയം കൊണ്ട് ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് വെള്ളത്തിൽ ഇവരെ ഒന്ന് കുതിർത്തിടാം. അപ്പോൾ ലേശം നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് കുതുക്കാന്ന് പറയാൻ ഒന്ന് നനപ്പിച്ചെടുക്കാം. ഓക്കെ, നനപ്പിച്ചെടുത്താലേ നമ്മുടെ സംഭവം വർക്കൗട്ട് ആകത്തുള്ളൂ. ഇവൻ നമ്മൾ കൊണ്ടുവന്നപ്പോൾ സമയം കൊണ്ട് നല്ലോണം ഉണങ്ങി നല്ലോണം വെറ്റായി കഴിഞ്ഞു കണ്ടത്. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ നമുക്ക് ഇവനെ ഒന്ന് കുറച്ച് നേരത്തേന് ഒന്ന് സെറ്റാകാൻ വെക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ അടുത്ത പരിപാടി, നമ്മുടെ മണ്ണ് സെറ്റ് ആകുമ്പോഴത്തേനെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളിവിടെ 4 ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 4 ഗ്ലാസും 4 ബാറ്ററിയാണ്. 4 ഗ്ലാസ്സിനകത്താണ് നമ്മുടെ, അതായത് നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിനകത്തൊന്ന് സിങ്കും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് അയൺ റോഡുണ്ട്, അതുപോലെ അതായത് കാഥോഡ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കവർ എന്ത് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിനകത്തുനിന്ന് ഈ കവർ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കവർ അഴിക്കുന്ന പരിപാടി സിമ്പിളാണ്. വേറെ നല്ല സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് എടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ആ കവർ ഇങ്ങനെ പീൽ ചെയ്തിട്ടുണ്ടല്ലേ, എളുപ്പത്തിൽ ഇങ്ങനെ അഴിഞ്ഞ് വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ തള്ളിയെടുത്താൽ നമുക്ക് നല്ല രീതിയിലൊരു ഓറഞ്ച് പൊളിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ തള്ളി ഇറക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഞാൻ നിങ്ങളെ ജസ്റ്റ് മൊത്തം കാണിച്ചു തരാം ഇത് അഴിക്കുന്നത്. എന്നിട്ട് നല്ലോണം സ്ക്രൂ ഡ്രൈവർ ഇട്ട് തള്ളി ഇറക്കി കഴിഞ്ഞാണല്ലോ, ഇത് കണ്ടില്ലേ നമ്മുടെ ഈ കവർ മാറി കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, ഒരു വാഷറും അതുപോലെ തന്നെ ഒരു ബാറ്ററി, അതായത് നമ്മൾ ഈ ബാറ്ററിയുടെ കേസ് എടുത്ത് കളഞ്ഞു. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന കവറുണ്ടല്ലോ, ഈ കവർ ജസ്റ്റ് ആദ്യം നമുക്ക് ഇപ്പോൾ ആക്സിലറേറ്ററിൻ്റെ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ കവർ ജസ്റ്റ് ഇതല്ലേ, ഈ കവർ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാറ്ററി എല്ലാം കവറെല്ലാം അഴിച്ച് മാറ്റി കണ്ടില്ലേ, ഈ കവർ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കാണുന്ന വേറെ ഒന്നുമല്ല, ഈ സാധനം അഴിച്ചെടുത്തത് ഇതിൻ്റെ ഹെഡ് ക്യാപ്പൊക്കെയാണ്, എൻഡ് ക്യാപ്പൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, അടുത്ത പരിപാടി മീൻസ് ഇത് കണ്ടില്ലേ, നമുക്ക് ഈ കാണുന്ന ഹെഡ് ക്യാപ്പ് ഇതുണ്ട്, ഈ ക്യാപ്പ് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ റിമൂവ് ചെയ്യാൻ നമ്മൾ ഇവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് ആ കാണുന്ന ബുഷിൽ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം തെറിച്ചങ്ങ് പോകും കണ്ടോ. അപ്പോൾ നമുക്ക് ഇത് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതാണ് ക്യാപ്പ്, ഇതിൻ്റെ ബാറ്ററിയുടെ മുകളിലത്തെ ക്യാപ്പാണ്. അതേപോലെ തന്നെ ഇതാണ് എൻ്റെ പുറകിലത്തെ ക്യാപ്പ് വരുന്നത്. ചെറിയ വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഇതൊക്കെ ഇതിൻ്റെ വാഷറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ആദോട്. അതുപോലെ തന്നെ നമുക്ക് ഈ പുറകിൽ കയറ്റുന്നതാണ് സിങ്ക്. അപ്പോൾ ഇതാണ് നമുക്കിനിയും എടുക്കാവുന്നത്. അപ്പോൾ ഈ സംഭവം, അതായത് ഈ വാഷർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഓരോ പാർട്സുകൾ അയച്ചെടുക്കാവുന്ന പരിപാടിയേ ഉള്ളൂ കണ്ടോ. അതിനുശേഷം നമ്മുടെ കൈയോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തെ സാധനം മാറ്റിയെടുക്കാം. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകുവശമൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുത്തു. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ ഏകദേശം ഈ ഒരു സ്ഥിതിയിലായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ പുറകുവശമൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പ്ലേറ്റ് അയച്ചെടുക്കാൻ അത് പുറകുവശം കട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്ലെയറോ എന്തെങ്കിലും വെച്ച് ഇത് നൈസായിട്ട് ഇരുന്നാക്കി പ്ലെയറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വീട്ടിലെ സാധനം വെച്ച് നമ്മളിത് ഇങ്ങനെ കറക്കി നൈസായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടും കണ്ടോ.
അതുപോലെ തന്നെ നമുക്ക് 4 എണ്ണം, അതായത് നമ്മുടെ അടുത്ത 3 എണ്ണം കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബാറ്ററിക്കകത്ത് എല്ലാ പാർട്സുകളും നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ സിങ്ക് പ്ലേറ്റ്. അതായത് നമ്മൾ ഈ നമ്മുടെ ബാറ്ററിയുടെ ആദ്യത്തെ കോട്ടിങ് ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളൊരു കോട്ടിങ് കാണിച്ചായിരുന്നു. അതാണ് ഈ കാണുന്നത്. അത് ഏകദേശം നമ്മൾ ഇളക്കിയ ശേഷം നല്ലോണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഒരു ബെൻഡിങ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എത്രയും നല്ലോണം പ്രസ് ചെയ്ത് ഇതിനെ നേരെയാക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാം. അല്ല ഇത്ര ചുറ്റിക്കുകയോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ കൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്ത് നേരെയാക്കാൻ നല്ലോണം ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത പരിപാടിയില്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ അതാണ് ഈ മണ്ണൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിൽവർ പ്ലേറ്റ് നമ്മളൊരു കിഴുത്തയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആണി എടുത്തൊരു കിഴുത്തിട്ടിട്ട് ഒരു വയർ ജോയിൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അയൺ റോഡിലും ഒരു വയർ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് മണ്ണിലിറക്കി വെച്ച് നമുക്കൊരു ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത ആദ്യം സിൽവർ പ്ലേറ്റ് ആദ്യമേ നമുക്കൊരു ഇതിൽ മണ്ണിലേക്ക് ഇറക്കി വെക്കാം. നമ്മളിപ്പോൾ നമ്മുടെ അന്ന് എടുത്തുകൊണ്ട് വന്ന, അതായത് ആറ്റിപ്പോൾ എടുത്തുകൊണ്ട് വന്ന മണ്ണാണ്. ഇത് നമ്മുടെ ട്രൈപ്പോഡാണ്. ഓക്കെ, അപ്പോൾ അതിനടുത്തതിന് ശേഷം നമ്മുടെ അയൺ റോഡ് നമുക്കെടുത്ത് ഈ മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, മണ്ണിലേക്ക് ഇറക്കി വെച്ചു. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഒറ്റ ഒരെണ്ണമായത് നമുക്ക് 1 വോൾട്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ മൊത്തം ഡിസ്ചാർജ് ആവും. പക്ഷേ ഡിസ്ചാർജ് പിന്നെ ആവും നമ്മൾ ഊരി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ നമ്മുടെ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ ഏകദേശം 1 വോൾട്ടെങ്കിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 എണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. മച്ചന്മാരുതേ നമ്മുടെ കണക്ഷൻസിൻ്റെ പരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അയൺ റോഡ് ചുമ്മാ ഒരെണ്ണം ആദ്യം പ്ലേസ് ചെയ്യുക. കണ്ടില്ലേ, ജസ്റ്റ് നമ്മളിവിടെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അതിലേക്കൊന്ന് പ്ലേസ് ചെയ്യുക, നല്ലോണം ഒന്ന് ഞെക്കി ഇറക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനം പറയുന്നത്, അതായത് കണ്ടില്ലേ, ഒരു അയൺ റോഡും അതുപോലെ തന്നെ ഒരു സിൽവർ പ്ലേറ്റും കൂടെ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഒറ്റ വയർ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് അതേ രീതി തന്നെ നിങ്ങൾ അടുത്ത സെക്ഷനിൽ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഇതേപോലത്തെ ഒരെണ്ണം കൂടെ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. അതും ഒറ്റയ്ക്ക് മാത്രമായിട്ട്, കണ്ടില്ലേ, ഒറ്റയ്ക്ക് മാത്രമായിട്ട് പ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ലൈറ്റ്, അതായത് ഈ LED ബൾബ് നമുക്ക് ഇത്തരം വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കാര്യത്തിൽ കിടക്കാം. മരുതി നമ്മുടെ കണക്ഷൻസിൻ്റെ ഒരു വയർ നമുക്ക് ഇത്തയിലേക്കൊന്ന് മുട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അയൺ റോഡിൻ്റെ നമുക്ക് ഇത്തയിലൊന്ന് ജസ്റ്റ് നോക്കാം കത്തുമില്ലോന്ന്. മൊച്ചപ്പരുതി നമ്മുടെ ലൈറ്റ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്, നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ബ്രൈറ്റ്നസ് കുറച്ച് നമ്മളൊന്ന് കാണിക്കുകയാണ്. ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ടാണ് വലിയതായിട്ട് കാണാൻ സാധിക്കാത്തത്. കണ്ടില്ലേ, നമ്മൾ ഇരുട്ടത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ നൈറ്റ് വ്യൂ ആട്ടോ. നമ്മളിപ്പോൾ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് ഒരു ടേബിളിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ഞാനിപ്പോൾ ലൈറ്റ് ഓഫാക്കി ഇവിടെ കാണിക്കാം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും നമ്മൾ വേറെ ബാറ്ററിയോ ഒന്നും വെച്ചിട്ടില്ല. ഈ നമ്മുടെ ഗ്ലാസ്സുകളല്ലാതെ വേറെ ഒന്നും ചില കണ്ടില്ലേ, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നൊരു വയർ അത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു വയർ ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ഇതിൻ്റെ വിഷ്വൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഗൈസ് നോക്കി, നമ്മുടെ വെറും ചള്ളയും കൊണ്ട് വരുന്ന പവർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല രീതി കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ വെട്ടം വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വിഷ്വലൊക്കെ ചെറുതായിട്ടൊന്ന് പിടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വിഷ്വൽ ബ്ലർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. കണ്ടില്ലേ, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ നൈറ്റ് വിഷ്വൽ ഒന്ന് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കാണാൻ സാധിക്കും നല്ല രീതിയിലൊരു പവർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ ഈ വീഡിയോ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഞാനിത് ലൈവ് പ്രൂഫാണ് നിങ്ങളെ കാണിച്ച്. ഒരു ഫേക്ക് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുക, അതായത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചാണ് അതുപോലെ നമ്മുടെ മോട്ടറും ഫാനും ഒക്കെ വെച്ച് ചെയ്യാൻ. പക്ഷേ മോട്ടറിന് ചെറിയൊരു ബൈൻഡിങ് പ്രശ്നം ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ബൈൻഡിങ് മീൻസ് നമ്മുടെ പുറകെ കൊടുക്കുന്ന വയർ കണക്ഷൻ ആയത് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ അതും നല്ല രീതിയിൽ വർക്ക് ആവുന്നതായിരുന്നു. കാരണം അത് ഏകദേശം 3 വോൾട്ടിൻ്റെ മോട്ടർ വരുന്നത്. നമ്മുടെ ഈ
അതായത് ഒറ്റ ഗ്ലാസ് തന്നെ 1 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4 എണ്ണാവും 4 വോൾട്ടേജ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിലൊരു ഇത് കിട്ടുന്നതായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഫാനൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വയർ കണക്ട് ചെയ്ത സമയത്ത് അതേപോലെ ഒടിഞ്ഞു പോയത്. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നമായിപ്പോയത്. അതുകൊണ്ട് നമ്മളൊരു LED വെച്ച് കാണിച്ചതേ ഉള്ളൂ. മൊബൈൽ ചാർജ് ചെയ്യാൻ ചോദിച്ചാൽ മൊബൈൽ ചാർജ് ചെയ്യാം. എന്താ കാരണം വെച്ചാൽ മീൻസ് നമുക്കിപ്പോൾ ഒരു 82% ചാർജ് ഉണ്ടെങ്കിൽ ആ 82% തന്നെ നിൽക്കും. കാരണം അതിൽ കൂടുതൽ കയറാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു അത് തിരിച്ച് ഇറങ്ങുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും അത് കയറാൻ പറ്റാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നല്ല വീഡിയോസുമായി എത്തും വരെ ഇറ്റ്സ് മീ അനന്തകൃഷ്ണൻ സൈനിങ് ഔട്ട്.